സാധാരണ നമ്മൾ കുക്കിംഗ് ഒക്കെ പഠിക്കുന്ന സമയത്ത് എല്ലാവരും ചെയ്യുന്ന ഒരു മെഴുക്കുവരട്ടിയാണ് ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി. ചോറിനോടൊപ്പം ഒക്കെ സെർവ് ചെയ്യാനായിട്ട് വളരെ വേഗത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മെഴുക്കുവരട്ടിയാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ 4 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് നീളത്തിലരിഞ്ഞ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. വെള്ളത്തിലിട്ട് വെക്കുന്നത് കിഴങ്ങ് കുറച്ച് സമയം പുറത്തിരിക്കുമ്പോൾ അതിൻ്റെ നിറം ഒന്ന് ബ്രൗൺ ഷെയ്ഡായിട്ട് മാറും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാനും കിഴങ്ങിൻ്റെ സ്റ്റാർച്ച് പോകുന്നതിനും വേണ്ടിയിട്ടാണ്. ഇനി ഈ അരിഞ്ഞു വെച്ച കിഴങ്ങ് നമുക്കൊരു ഫ്രൈ പാനിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കാം. പിന്നെ എരിവിന് ആവശ്യത്തിന് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. 1/4 കപ്പ് വെള്ളം ചേർക്കാം. 1/4 ടീസ്പൂൺ ഗരം മസാല അല്ലെങ്കിൽ ചിക്കൻ മസാല, മീറ്റ് മസാല അങ്ങനെ എന്തെങ്കിലും ഒരു ഗരം മസാലയുടെ ഫ്ലേവർ കിട്ടുന്ന മസാല ചേർക്കാം. കിഴങ്ങിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് വേണം വെള്ളം ചേർക്കാൻ. വെള്ളം ഒരുപാട് കൂടി പോകരുത്. ഇനി ഇതെല്ലാം കൂടെ നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ട് 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. 5 മിനിറ്റ് കഴിഞ്ഞ് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇനി ഇത് കുറച്ച് തീ കൂട്ടി വെച്ചിട്ട് ആ വെള്ളം കുറച്ചും കൂടെ വറ്റാനുണ്ട്. അപ്പോൾ നമുക്ക് തീ അല്പം ഒന്ന് കൂട്ടി വെച്ചിട്ട് ഇതൊന്ന് ഇളക്കി ആ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ ഇതൊരു പകുതി മാത്രമേ വേകാൻ പാടുള്ളൂ. ഇപ്പോൾ ഇതിൽ ഓൾമോസ്റ്റ് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഉപ്പ് വേണമെങ്കിൽ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതാ ബ്രൗൺ ഷെയ്ഡൊക്കെ വരുന്നവരെ റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിൽ ചേർക്കുന്ന പൊടികളൊക്കെ കിഴങ്ങിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ചും അവരവരുടെ ടേസ്റ്റും എരിവൊക്കെ അനുസരിച്ചിട്ട് വേണം ചേർക്കാൻ. ഇപ്പോൾ ഇതിൽ വെള്ളമെല്ലാം വറ്റി കിഴങ്ങൊക്കെ നല്ല വെന്ത് റോസ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കിഴങ്ങ് മെഴുക്കുവരട്ടി റെഡിയായി. വളരെ എളുപ്പത്തിലും വളരെ ടേസ്റ്റി ആയിട്ടും ചെയ്യാൻ പറ്റുന്ന മെഴുക്കുവരട്ടിയാണ് കിഴങ്ങ് മെഴുക്കുവരട്ടി. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. പാചകലോകം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി മറ്റൊരു നല്ല റെസിപ്പിയായിട്ട് വീണ്ടും കാണാം.